വീട്ടുകാരുടെ നിർബന്ധം കാരണം ഇഷ്ടമില്ലാതെ വിവാഹം കഴിച്ചവരാണ് ജോണും റെജീനയും. എങ്കിലും ഒരുമിച്ചുള്ള ജീവിതത്തിൽ അവർ പരസ്പരം അടുക്കാതെ അകന്നുനിന്നു. ഒരു ദിവസം റെജീനയ്ക്ക് അസുഖം വന്നപ്പോൾ ജോൺ അവളെ ആശുപത്രിയിൽ കൊണ്ടുപോയി പരിചരിച്ചു. അപ്പോൾ റെജീന തന്റെ ഭൂതകാലം ജോണിനോട് പങ്കുവച്ചു. സൂര്യ എന്ന കാമുകൻ ഒരു അപകടത്തിൽ മരിച്ചതിന്റെ ദുഃഖത്തിൽ നിന്ന് അവൾക്ക് പുറത്തുവരാൻ കഴിഞ്ഞിരുന്നില്ല. റെജീനയുടെ ദുഃഖം ജോണിന് മനസ്സിലായി. അവൻ റെജീനയുമായി സൗഹൃദത്തിലാകാൻ ശ്രമിച്ചെങ്കിലും അവൾ ദേഷ്യത്തോടെ പ്രതികരിച്ചു. ജോണിന്റെ സങ്കടം കണ്ട സുഹൃത്ത് റെജീനയോട് ജോണിന്റെ ഭൂതകാലം വെളിപ്പെടുത്തി. കാമുകിയായിരുന്ന കാർത്തിക ഒരു ആക്സിഡന്റിൽ മരിച്ചതിന്റെ വേദനയിലാണ് ജോണും ജീവിക്കുന്നത്. ഇരുവരുടെയും പ്രണയനഷ്ടത്തിന്റെ ആഴം മനസ്സിലാക്കിയതോടെ റെജീനയ്ക്ക് ജോണിനോടുള്ള ദേഷ്യം മാറി. അവർ പരസ്പരം ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഈ സമയത്താണ് റെജീനയ്ക്ക് ജോലി ആവശ്യത്തിനായി അമേരിക്കയിലേക്ക് പോകേണ്ടിവരുന്നത്. റെജീനയ്ക്ക് തന്നെ ഇഷ്ടമല്ലെന്ന് കരുതി ജോൺ വിഷമം പുറത്തു കാണിച്ചില്ല. ജോൺ തന്നെ റെജീനയെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടു. അവിടെ വെച്ച് മരിച്ചെന്ന് കരുതിയ സൂര്യയെ റെജീന കണ്ടെങ്കിലും സൂര്യ അവളെ ശ്രദ്ധിക്കാതെ മാറിനിന്നു. സൂര്യയുടെ ഈ പെരുമാറ്റത്തെക്കുറിച്ച് ജോൺ ചോദിച്ചപ്പോൾ വികാരവിക്ഷോഭത്തോടെ റെജീന ജോണിനെ അടിക്കുകയും ഉടൻ തന്നെ ജോണിനോട് തന്റെ പ്രണയം തുറന്നു പറയുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാ ദുഃഖങ്ങളെയും മറികടന്ന് ജോണും റെജീനയും ഒന്നിക്കുന്നതോടെ ഈ കഥ സന്തോഷമായി അവസാനിക്കുന്നു.